പാനൂര് എവിടെയാ? ഞാൻ പാനൂര് പൂക്കോം എന്ന് പറയും സാറേ. ഓക്കെ. ഞാനവിടെ 94 പഠിച്ചതാണ്, ആദ്യത്തെ ബാച്ചിലൊക്കെ പഠിച്ചതാണ്. പാനൂര് തലശ്ശേരി അടുത്തുള്ള പാനൂരല്ലേ? അതെ അതെ സാറേ. എന്റെ ചേച്ചിയുടെ മകളെ കല്യാണം കഴിച്ച അവിടെയാണ്. പാനൂർ എവിടെ സാർ? ഞാൻ ഇതുവരെ പോയിട്ടില്ല ആ ഭാഗത്തുനിന്ന്. നമ്മുടെ ലിങ്ക് രാമകൃഷ്ണന്റെ വൈഫിന്റെ ബന്ധുവാണ്. കണ്ണൂര് ഒരു നല്ലൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് ലിങ്ക് രാമകൃഷ്ണൻ. ലിങ്ക് ഫാർമസ്യൂട്ടിക്കലിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഒക്കെയാണ്. അവർ ചുഴലിയാണ്. എന്റെ ചേച്ചിയുടെ വീട് ചുഴലിയാണ്. ഞാൻ നടുവിൽ, തളിപ്പറമ്പ് നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ. എന്റെ അനിയന്റെ ഭാര്യ വീട് തളിപ്പറമ്പാണ് സാറേ. തളിപ്പറമ്പ് ടൗണിനടുത്ത് തന്നെയാണ്. ഓക്കെ. ഉള്ളത് ഞാൻ ഹൈദരാബാദാണ് സ്ഥിരമായിട്ട്. ഇപ്പൊ എവിടെയാ? ബോംബെയിൽ എവിടെയാ? ഞാൻ ബോംബെയിൽ ഇപ്പൊ ഉള്ളത് താനേക്കടുത്ത് മുളുന്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ്. മുളുന്തിലാണ്. ഓക്കെ. ഞാൻ വന്ന സ്ഥലം അതൊക്കെ മുളുന്തൊക്കെ താമസിച്ച സ്ഥലം. ഗുഡ്. മകൾ എവിടെയാ പഠിച്ചേ? മകള് നേരത്തെ പട്ടം KV പഠിച്ചു. അവിടുന്ന് പിന്നെ കഴിഞ്ഞ 11th സ്റ്റാൻഡേർഡിൽ ഈ IIT KV ഉണ്ടല്ലോ സാർ, IIT ക്യാമ്പസിൽ ഒരു KV ഉണ്ട്. അതെ. അവിടെ പഠിച്ചു. പിന്നെ കഴിഞ്ഞ വർഷം ഈ വർഷം കംപ്ലീറ്റ് ആയി. ഓക്കെ. ഈ വർഷം രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ എൻട്രൻസും പിന്നെ നമ്മുടെ ബോർഡ് എക്സാം ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുകൊണ്ട് എൻട്രൻസിന് അധികം പ്രാധാന്യം കൊടുത്തില്ല. എത്ര മക്കളാ? ഒരാളേ ഉള്ളൂ. ഒരാളാണ്. എന്താ പേര് മോളുടെ? നന്ദന. എന്താ നന്ദനക്ക് ആഗ്രഹം? ഹസ്ബൻഡും മക്കളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ പേഷ്യൻസ് വന്ന് വിളിച്ചിട്ട് ഡോക്ടറായിട്ട് ഇപ്പോൾ പണിക്ക് പോവാണോ? കാരണം ഡോക്ടർമാർ ബിസി ആവുക മക്കളെ നോക്കേണ്ട സമയത്താണ്. എപ്പോഴും കൺസൾട്ടേഷൻ ഏർലി മോർണിംഗും ലേറ്റ് നൈറ്റ് ഈവനിങ്ങുമാണ്. ഡോക്ടർ ഷോപ്പ് തുറക്കുന്നത് എപ്പോഴും ഏർലി മോർണിംഗിലാണ്. എല്ലാവരും ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഡോക്ടറെ കണ്ടിട്ട് പോകും. ഓഫീസ് കഴിഞ്ഞ് വന്നാൽ ഡോക്ടറെ കണ്ടുപോകും. അപ്പൊ ഈ സമയത്താണ് കുടുംബത്തിലെ മക്കളെ വളർത്തുമ്പോൾ അവരെ മേക്കപ്പ് ചെയ്യേണ്ട സമയവും സ്കൂളിലേക്ക് പറഞ്ഞേക്കണം. അപ്പൊ ഒന്നും ഡോക്ടേഴ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ആരും ചിന്തിക്കാത്ത ഡോക്ടറുടെ ജീവിതത്തിലെ ചില വിഷമതകൾ ഞാൻ പറയാണ്. കാരണം എൻ്റെ വീട്ടിൽ 8 ഡോക്ടർമാരുണ്ട്. എൻ്റെ മരുമക്കളൊക്കെ ഡോക്ടേഴ്സാണ്. എൻ്റെ മരുമകൻ RCCയിൽ ഡോക്ടറായിരുന്നു. അത് കഴിഞ്ഞ് മലബാർ ക്യാൻസർ സെന്റർ ഡോക്ടറാണ്. ഇപ്പൊ എയിംസിലാണ് വർക്ക് ചെയ്യുന്നത്. മിംസ് ആസ്ട്രയിലെ ക്യാൻസറിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് അവൻ. ഈസ് ദ ഹെഡ് ഓഫ് ദ ക്യാൻസർ സെന്റർ. അവന്റെ ഭാര്യ ഓപ്താൽമോളജിസ്റ്റ് ആണ്. തലശ്ശേരിയ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പൊ കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. കുറെ കാശുണ്ട്. പക്ഷെ മക്കളെ നോക്കാൻ ഒരു സർവന്റ് മെയ്ഡ് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഒന്നുകിൽ എൻ്റെ ചേച്ചി അവിടെ പോയി താമസിക്കണം. അപ്പൊ മിക്കവാറും എൻ്റെ ചേച്ചി ഹസ്ബൻഡിന്റെ കൂടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം കുട്ടീനെ നോക്കാൻ അവിടെ പോയിരിക്കും. അപ്പൊ അളിയൻ ഒറ്റക്കാണ്. അപ്പൊ ഇതൊക്കെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ വേറെ ചില ജോലികളുണ്ട് വളരെ വളരെ കാഷ്വൽ ആയിട്ടിരിക്കാം. ഇപ്പൊ എൻ്റെ മരുമകൾ ഒരാൾ ഡോക്ടറാണ്. ഒരു അഡ്മിഷനും എവിടെയും കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല. നേരെ എഴുതി അഡ്മിഷൻ കിട്ടി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെഡിസിൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് MTech ഇൻ നാനോ ടെക്നോളജി പഠിച്ചു. അത് കഴിഞ്ഞ് IIT പോവായില് PhD കഴിഞ്ഞു നാനോ ടെക്നോളജിയിൽ. ഇപ്പൊ കേംബ്രിഡ്ജിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്യുന്നു നാനോ ടെക്നോളജിയിൽ. അറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റാണ്. എൻ്റെ വേറൊരു ചേട്ടന്റെ മകള് ദന്തിസ്റ്റാണ്. രശ്മി എന്നാ പേര്. അവള് കല്യാണം കഴിച്ചത് കോഴിക്കോടാണ്. മക്കളൊക്കെ ആയപ്പോ ഡോക്ടറുടെ പണി നിർത്തി മക്കളെ നോക്കല പണി. ആ രശ്മിയുടെ സിസ്റ്റർ ഇൻ ലോ രശ്മിയാണ്. ആ വീട്ടിൽ 2 രശ്മിയുണ്ട്. എല്ലാവരും ദന്തിസ്റ്റുകളാണ്. അവളുടെ ഹസ്ബൻഡും ദന്തിസ്റ്റാണ്. അതുകൊണ്ട് രശ്മി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു ദന്താശുപത്രി തുടങ്ങിയിട്ടുണ്ട്. മിംസിന്റെ നേരെ ഓപ്പോസിറ്റ് കോഴിക്കോട്. വലിയ ഹോസ്പിറ്റലാണ്.
വലിയ ഹോസ്പിറ്റലാണ്, പക്ഷെ അവൾ പണിക്കൊന്നും പോയില്ല. ശരി. അപ്പോൾ കുറേ കഥകൾ ഇങ്ങനെ അറിയാം നമുക്ക്. ഇനി ഐസർ പഠിച്ചിട്ട് ഞാൻ 8ാം ക്ലാസ് 7ാം ക്ലാസ്സിലെ കുട്ടികളെ IAS പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു 10 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ് കേരളത്തിൽ. ഡെസ്റ്റിനേഷൻ IAS എന്നാണ് പരിപാടിയുടെ പേര്. അങ്ങനെയാണ് ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന ഒരാളായി മാറിയത്. ആ സമയത്ത് എൻ്റെ അടുത്ത് അറ്റൻഡ് ചെയ്ത 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ IAS ആവണമെന്ന് ത്രില്ലടിച്ച കുട്ടികൾ 8, 9, 10 +1 +2 കഴിഞ്ഞ് 8 കൊല്ലമായി. അപ്പോൾ ഏകദേശം ഇപ്പോൾ അത് കഴിഞ്ഞ് ഐസറിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ കഴിഞ്ഞിപ്പോൾ 4th ഇയർ ആയി. ഇപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട് ഐസറിൽ. തേർഡ് ഇയർ ഒക്കെ കഴിയുമ്പോൾ അവർക്ക് എബ്രോഡിൽ പോകാനൊരു ചാൻസ് കിട്ടും. അവർക്ക് നേരെ ജർമ്മനിയിലോ അമേരിക്കയിലോ ലണ്ടനിലോ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഒരു കൊളാബറേറ്റീവ് പ്രോഗ്രാം ഉണ്ട്. ഇതൊന്നും ഐസറിൽ ചേരുന്ന കുട്ടികൾക്കൊന്നും അറിയില്ല, പലർക്കും പാരന്റ്സിനും അറിയില്ല. അവിടെ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ഗ്യാരണ്ടീഡാണ്. കാരണം ഈ പ്രൊഫസർമാരൊക്കെ കൊളാബറേഷൻ റിസർച്ച് ഉള്ളവരായിരിക്കും. ഐസർ തിരുവനന്തപുരത്ത് പേപ്പർ ബാറ്ററി എന്ന് പറഞ്ഞിട്ടൊരു ഇൻവെൻഷൻ നടത്തിയിട്ടുള്ള എൻ്റെ മരുമകൻ അവിടുത്തെ പ്രൊഫസറാണ്. അപ്പൊ നമ്മുടെ സെൽഫോണിന് ഈ തിക്നെസ് ഉണ്ടാവാൻ കാരണം അതിന്റെ ബാറ്ററി അത്രയും തിക്കായതുകൊണ്ടാണ്. മുമ്പ് ബാറ്ററി വലുതായപ്പോഴാണ് തിക്ക് സെൽഫോൺ. അപ്പൊ ബാറ്ററി പേപ്പറിന്റെ അത്ര ആയാല് എനിക്ക് സെൽഫോൺ നാളെ മടക്കിയിട്ട് പേഴ്സിൽ വെക്കാൻ പറ്റും. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് 20 വർഷം മുമ്പ് റിസർച്ച് ഒക്കെ നടത്തിയിട്ടുള്ള ആള് അമേരിക്കയിൽ നിന്ന് ഐസറിലേക്ക് ജോയിൻ ചെയ്തു. ഐസറിന്റെ പഴയ ഡയറക്ടർ ജെമ്മി എൻ്റെ ഏട്ടൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അങ്ങനെ കുറേ പ്രൊഫസർമാരെ നമുക്കറിയാം. അവർക്കൊക്കെ എബ്രോഡിൽ കോണ്ടാക്ട് ഉണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് റിസർച്ച് നടത്തിയിട്ടുള്ള കോണ്ടാക്ട്സ്. അപ്പോൾ അവരുടെ ജൂനിയേഴ്സും പ്രൊഫസർമാരൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. അപ്പോൾ ഐസറിൽ 100 കുട്ടികളുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത 10 കുട്ടികളെ എബ്രോഡിലേക്ക് അയക്കും. അങ്ങനെ ഇപ്പം കൊച്ചിയിലുള്ള എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് സെലക്ട് ആയി. അപ്പം കഴിഞ്ഞ ആഴ്ച ഇതേപോലെ വിളിച്ചു. ആ കുട്ടിയെ എബ്രോഡിലേക്ക് അയക്കണം എന്നാണ് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം. കാരണം എന്താ വെച്ചാല് ഇപ്പൊ സിവിൽ സർവീസിന് ട്രൈ ചെയ്ത ഗ്യാരണ്ടി ഇല്ല. ഒരു 3 കൊല്ലം 4 കൊല്ലം 7 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടൊക്കെ പിന്നെ ഒരു രക്ഷയില്ലാണ്ട് കോച്ചിങ് സെന്റർ നടത്തുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര ബുദ്ധിയുള്ളവരായിരുന്നു, പക്ഷെ ഒരു പണിയും കിട്ടിയിട്ടില്ല. ഈ ബാങ്ക് കോച്ചിങ് കൊടുക്കുന്നവരൊക്കെ ഞാൻ പരിഹസിക്കാറുണ്ട്. സാധാരണ 7 കൊല്ലം ബാങ്ക് ജോലിക്ക് നോക്കി കിട്ടാത്തവരൊക്കെ ബാങ്ക് കോച്ചിങ് സെന്റർ തുടങ്ങും. കാരണം അവർക്ക് വേറെ പണിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ, കോച്ചിങ് സെന്റർ തുടങ്ങാമല്ലോ. അപ്പോൾ അവിടെ ഭയങ്കര കൺഫ്യൂഷൻ അച്ഛനും അമ്മക്കും. ഐസർ കഴിഞ്ഞ കുട്ടിയുടെ കൺഫ്യൂഷനാണ് പറയണത്. ഇപ്പൊ എബ്രോഡിൽ പോണോ? പക്ഷെ കുട്ടിയുടെ ആഗ്രഹം എനിക്ക് എബ്രോഡിൽ പോണ്ട, എനിക്ക് IAS പോയാൽ മതി. അപ്പൊ പാരന്റ്സ് വിളിച്ചതെന്ന് വെച്ചാൽ ഈ കുട്ടിയോട് IAS വേണ്ട. കാരണം ഒരു കാലത്ത് IAS നിർബന്ധിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിച്ച ഒരാളാണല്ലോ ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടി മാറുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നത് എന്തിനാ പാരന്റ്സ്, ഈ കുട്ടി എങ്ങനെയെങ്കിലും IAS ആവണ്ടെന്നൊന്ന് പറഞ്ഞ്. ഓക്കെ, ഐസറിൽ 3 സ്ഥലത്ത് കിട്ടി. IAS കിട്ടി, MBBS കിട്ടി. എന്നിട്ട് എവിടെ പോകണമെന്ന കൺഫ്യൂഷനുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് അങ്ങനത്തെ കൺഫ്യൂഷനായിരുന്നു. എന്തുകൊണ്ടാ വെച്ചാൽ എന്താവണം. ഇപ്പൊ മോക്ക MBBS കിട്ടാത്തത് കൊണ്ട് ഐസർ എന്നാണ് പറയുന്നത്. പക്ഷെ ഈ രണ്ടും കിട്ടിയിട്ട് ഏതാണെന്ന് കൺഫ്യൂഷനുള്ള ആൾക്കാരെയും എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പൊ എന്താണ് കൃത്യമായിട്ട് എന്താ വേണ്ടത്? റിസർച്ചാണോ, പഠിപ്പിക്കലാണോ? ഐസറിൽ പോയാൽ സാധാരണ +1 +2 പഠിപ്പിച്ച പോലെ പഠിപ്പിക്കൊന്നുമില്ല. ഇപ്പൊ ഡോക്ടർ TPS ഐസർ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് കണ്ടാൽ ഒരു ദിവസം ഒരു കുട്ടി ഒന്നും മനസ്സിലാവില്ല, ഞാൻ ഐസർ വിട്ടു പോകാൻ പോകുന്നു. എന്താ കാരണം? സാധാരണ മാഷന്മാരെടുക്കുന്ന പോലെ ഒന്നും അല്ല ക്ലാസ് എടുക്കുക ഇവിടെ. ഈ MBBS ചേർന്നാലോ? MBBS ഇപ്പൊ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു വിചാരിക്കും. ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം അവിടുത്തെ ക്ലാസ് ഇപ്പൊ കോഴിക്കോട് MBBS ക്ലാസ് എന്ന് പറഞ്ഞാൽ വലിയൊരു തിയേറ്റർ പോലെയാണ്. ഈ സിനിമയിലൊക്കെ കാണുന്നില്ല തിയേറ്റർ സിനിമ ക്ലാസ്സുകൾ, അതേപോലെ അതിൽ 200-300 പിള്ളേരുണ്ടാവും. അയാൾ വന്നൊരു ബുക്ക് എടുത്തിട്ട് ഒന്ന് കുറേ വായിക്കും. കാരണം വെച്ചാൽ അവർ ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യുന്ന സീനിയർ പ്രൊഫസർമാരാണ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ. നമ്മൾ കാണില്ല ഡോക്ടർമാരുടെ പ്രൊഫസർ ഓഫ് ഓൺകോളജി
അയാൾ പഠിപ്പിക്കാൻ താല്പര്യമുള്ള ആളൊന്നുമല്ല. അയാൾക്ക് ചികിത്സേൻ്റെ ഇടയിൽ ഈ പ്രൊഫസർ ഓഫ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്ന് വെച്ചാൽ രോഗികൾ അധികം കിട്ടും. നമ്മളൊക്കെ അങ്ങനെയല്ലേ പോവാ. സ്പെഷ്യലൈസേഷൻ നോക്കുമ്പോൾ പ്രൊഫസർ ആണോ ഏതെങ്കിലും മെഡിക്കൽ കോളേജ് ഭയങ്കരനായി. അവർക്ക് പഠിപ്പിക്കാൻ ഒരു താല്പര്യമില്ല. അവർ പഠിപ്പിക്കാൻ താല്പര്യം, കാരണം ഇപ്പൊ മോളോട് ടീച്ചർ ആവാൻ താല്പര്യം ചോദിച്ചില്ല എന്നല്ല പറയാം, അല്ലേ? ഡോക്ടർ ആവാൻ താല്പര്യമുണ്ട്, പക്ഷെ നല്ല ഡോക്ടർ ആവണമെങ്കിൽ നാളെ ടീച്ചർ ആവണം. അപ്പൊ ശപിച്ചുകൊണ്ടാ ക്ലാസ്സിൽ പോവാ. അപ്പൊ പഠിപ്പിക്കാൻ താല്പര്യമില്ല. പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്ത ഒരു മെഡിക്കൽ കോളേജ് MBBS ക്ലാസ് ഫസ്റ്റ് അവറിൽ എടുത്താൽ എന്താവും? എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയും. മനസ്സിലായോ? ഇനി MBBS കഴിഞ്ഞ ആരെങ്കിലും നിന്റെ അടുത്ത് വരുമോ? ആരും വരില്ല. അത് കഴിഞ്ഞാൽ MS MD എന്തെങ്കിലും വേണം. അത് 1000 പേരിൽ 10 പേർക്ക് കിട്ടും. ഫൈൻ. അപ്പൊ എവിടെ എന്ത് പഠിക്കുന്നു എന്നറിയില്ല. ഇപ്പൊ നമുക്കറിയുന്ന എത്രയായിട്ടുണ്ടാവും? 30 കൊല്ലം എന്ന് പറഞ്ഞാൽ 20 വർഷം മുമ്പ് MBBS കഴിഞ്ഞിട്ട് എയിംസ് MBBS കഴിഞ്ഞു, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് എബ്രോഡിൽ പോയി, അയാൾക്ക് അവിടെ ജോലി കിട്ടി. വൈഫും MBBS തന്നെയാണ്, പക്ഷെ ഇപ്പോഴും റിസർച്ച് നടത്താണ്, ജൂനിയർ ഡോക്ടറായിട്ട്. കാരണം അമേരിക്കയിൽ റെക്കഗ്നൈസ്ഡ് അല്ല. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ അമേരിക്ക പോയ റെക്കഗ്നൈസ്ഡ് ആണ്, അവിടുത്തെ പരീക്ഷ എഴുതി പാസ്സാണ്. ഓസ്ട്രേലിയയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ പരീക്ഷ എഴുതി പാസ്സാണ്. അപ്പൊ പലർക്കും അത്തരം എക്സാമിനേഷൻസ് എഴുതി പാസ്സാവാനുള്ള കഴിവ് കുറവാണ്. ഇവിടുത്തെ MBBS പാസ്സാവുമായിരിക്കും ചിലപ്പം. അപ്പൊ ഇന്റർനാഷണലി പോകണമെന്ന് വിചാരിക്കും. അതാണ് താല്പര്യം. എബ്രോഡിലാണ് എനിക്ക് താല്പര്യം. ലോകത്തിന്റെ പല ഭാഗത്തും പോയിട്ട് സർവ് ചെയ്യാനാണ്, ലോകം കാണാനാണ് ഇഷ്ടം. അതൊക്കെ അനുസരിച്ചിട്ടാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ എന്താണ് താല്പര്യം? ഇപ്പൊ ഞാൻ എന്താ കഴിക്കേണ്ടത് വെച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് സുരേഷ്. പക്ഷെ ഇതിനൊരു ഡീറ്റെയിൽ ഒരു മറുപടി അയച്ചാലൊന്നും ഞാൻ ചെയ്യുന്ന ഒരു നല്ല കാര്യമാവില്ല. ഓക്കെ. ഇപ്പൊ ദിവ്യ S. അയ്യർ IAS കിട്ടിയ കുട്ടിയാണ്. അവൾ MBBS പഠിച്ച. അവള് 10ാം ക്ലാസ് കഴിഞ്ഞപ്പം, അവളെന്ന് പറയാൻ കാരണം എൻ്റെ ഇസ്രോയിലെ ഞാൻ ഇസ്രോന്ന് റിട്ടയർഡാണ്. ISROയിലെ എൻ്റെ കൊളീഗിൻ്റെ മകളാണ്. ഇപ്പൊ 10-20 കൊല്ലം മുമ്പ് പേപ്പർ വായിക്കുമ്പം അവൾക്ക് റാങ്ക് കിട്ടിയ സമയത്ത് ആരോ ചോദിച്ചു, ഇന്റർവ്യൂ ചെയ്തു, എന്താവാനാണ് ആഗ്രഹം. ഇപ്പൊ പറഞ്ഞു, ഞാൻ MBBSന് ശേഷം ഞാൻ മുസോറിയിൽ പോയിക്കൊള്ളുന്നു, IAS ആവാൻ. അപ്പൊ അന്നേ തീരുമാനിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ് കഴിയുമ്പോഴേ തീരുമാനിച്ചിട്ടുണ്ട്. മനസ്സിലാവും? അപ്പോൾ MBBS പഠിക്കണോ ISR പഠിക്കണോ എന്നല്ല ആലോചിക്കേണ്ടത്. ഞാൻ ഓട്ടോറിക്ഷ പോകണോ, ട്രെയിനിന് പോകണോ, ഫ്ലൈറ്റിന് പോകണോ എന്നല്ലല്ലോ ചോദിക്കുക. എവിടെ പോകണമെന്നല്ലേ ആദ്യം ചോദിക്കേണ്ടത്. മനസ്സിലായോ? എവിടെ പോകണമെന്ന് തീരുമാനിച്ച ഒരാൾക്ക് ISR ആണോ നല്ലത്, MBBS ആണോ നല്ലത്, IAS ആണോ നല്ലത് എന്നൊക്കെ പറയാൻ പറ്റും. ഇതൊക്കെ ഒരു ജീവിതത്തിന്റെ ഒരു വഴി മാത്രമാണ്. ഇപ്പൊ അച്ഛനോട് അമ്മയോട് ചോദിച്ചു നോക്ക, നിങ്ങൾ വിചാരിച്ചതൊക്കെ ആയിട്ടുണ്ടോ ജീവിതത്തിൽ? ചോദിച്ചു നോക്ക്, എന്താ പറയണ നോക്ക്. അച്ഛനോട് ചോദിച്ചു നോക്ക്, സുരേഷ് നീ വിചാരിച്ചതൊക്കെ ആയിട്ടുണ്ടോ ജീവിതത്തിൽ? അങ്ങനെ ചോദിക്കും. വളരെ ഒരു ലോ ലെവലിൽ വന്നത് കൊണ്ട് ഞങ്ങൾക്ക് അല്ല, സുരേഷ് ലോ ലെവലിൽ വന്നു എന്ന് പറയണ്ടല്ലോ. ഇപ്പൊ എന്നോട് ചോദിച്ചാല്, നന്ദന ഇപ്പൊ എന്നോട് ചോദിക്കും ഇതേ ചോദ്യം, ഞാൻ പറയാം ഉത്തരം. 12ാം ക്ലാസ് കഴിഞ്ഞപ്പോ എന്റെ മാർക്ക് 52%. ജീവിതത്തിൽ എന്തെങ്കിലും ആവാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുമെന്ന്? 10ാം ക്ലാസ്സിൽ 54%. ഫസ്റ്റ് ക്ലാസ് പോലും ഇല്ല. ഫസ്റ്റ് ഇയർ ഗ്രാജുവേഷന് ചേർന്നപ്പോൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി നിർബന്ധപൂർവം പഠിച്ചതാണ്. അതൊക്കെ എല്ലാത്തിനും തോറ്റിട്ടുണ്ടായിരുന്നു. ഓക്കെ. 8ാം ക്ലാസ്സിൽ ഏറ്റവും മോശം കുട്ടിയായിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് ടാഗോർ വിദ്യാനികേതൻ, തളിപ്പറമ്പിലെ, കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ബെസ്റ്റ് സ്കൂളാണ്. അവിടെ 27 കുട്ടികൾക്കും ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നതാണെന്ന് ഗ്യാരണ്ടി, 60%. ഞാൻ അവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ പേര് കളഞ്ഞേനെ. അത് നേരത്തെ അറിഞ്ഞതുകൊണ്ട് അവരെന്നെ അവിടുന്ന് പുറത്താക്കി.
പക്ഷെ അവിടുന്ന് സ്പേസ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ സ്പേസ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഏക ആൾ ഞാനാണ്. അവിടുന്ന് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഏക ആൾ ഞാനാണ്. അവിടുന്ന് യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടറായിട്ടുള്ള ഏക ആൾ ഞാനാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ള സ്ഥിതിയൊന്നും അല്ല. നമ്മൾ ജീവിതത്തിൽ എന്താവണം എന്ന് ആഗ്രഹിക്കാൻ തുടങ്ങുന്നൊരു കാലമുണ്ട്. പിന്നെയാണ് വർക്ക് ചെയ്യുക. അപ്പം എവിടെ പോകണമെന്ന് തീരുമാനിക്കണം. അത് കൃത്യമായിട്ട് അറിയണം. എവിടെ പോകണം, എവിടെ പഠിക്കണം, എന്താണ് താല്പര്യം. ഇപ്പം ഫിസിക്സ് ആണോ താല്പര്യം, കെമിസ്ട്രി ആണോ താല്പര്യം, ബയോളജി ആണോ താല്പര്യം, കെമിസ്ട്രിയും ഫിസിക്സും ആണോ താല്പര്യം, ഏത് വിഷയമാണ് താല്പര്യം? എനിക്ക് ബയോ ഇഷ്ടമാണ് പഠിക്കാൻ. ഫിസിക്സും കുഴപ്പമൊന്നുമില്ല. കെമിസ്ട്രി അത് വേണ്ട. കെമിസ്ട്രി ഇഷ്ടമല്ലെങ്കിൽ ഒരിക്കലും മെഡിക്കൽ ഡോക്ടർ ആവാൻ പറ്റില്ല. കാരണം ഏറ്റവും ടഫായിട്ടുള്ള അതിനകത്തെ പേപ്പർ ബയോ കെമിസ്ട്രിയാണ്, ഒന്ന് ഫാർമക്കോളജിയാണ്. ഞാൻ MS ആണ്, MS ഇൻ സൈക്കോതെറാപ്പി. ഇപ്പം ഞാൻ പഠിച്ച വിഷയങ്ങളൊക്കെയാണ് പല ഡോക്ടർമാർക്കും പറ്റാത്തൊരു സംഭവമാണ്. ബയോ കെമിസ്ട്രി അറിയില്ല. കെമിസ്ട്രി അറിഞ്ഞിട്ട് കാര്യമില്ല, ബയോ കെമിസ്ട്രി, ബയോളജിയെ കെമിസ്ട്രി എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് അറിയണ്ടേ. കാരണം എല്ലാ പാരാമീറ്റേഴ്സും നോക്കിയിട്ടല്ലേ ബ്ലഡ് ടെസ്റ്റ് തീരുമാനിക്കുക. അതിൽ കെമിസ്ട്രി അല്ലേ ഫുള്ള്. അപ്പോൾ ബയോളജി അറിയാവുന്നത് കൊണ്ട് ഡോക്ടർ ആവാൻ പറ്റില്ല. കെമിസ്ട്രിയും ബയോളജിയും ഇഷ്ടമായിരുന്നവർക്ക് മാത്രമേ പിന്നെ ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. ഫിസിക്സ് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മാത്തമാറ്റിക്സ് അറിഞ്ഞില്ലെങ്കിൽ അധികം കുഴപ്പമൊന്നുമില്ല. ഫിസിക്സും മാത്തമാറ്റിക്സും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ കെമിസ്ട്രിയും ബയോളജിയും ഇമ്പോർട്ടൻ്റ് ആണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കെമിസ്ട്രി ബയോളജി ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ യുവർ ചോയ്സ് ഈസ് നോട്ട് ദാറ്റ്. അപ്പോൾ കിട്ടാത്തതിന് സങ്കടപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും പാസ്സാവുകയൊക്കെ ചെയ്യും. പലരും പാസ്സാവും, പക്ഷെ പാസ്സായതുകൊണ്ട് നല്ല ഡോക്ടർ ആവില്ല. നല്ല ഡോക്ടർ ആവണമെങ്കിൽ അതിൽ താല്പര്യം ഉണ്ടാവണം. എനിക്ക് കെമിസ്ട്രി ഇഷ്ടമല്ലാത്ത, ചിലപ്പോൾ ഞാൻ കെമിസ്ട്രി ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നും വരുന്നില്ല, പക്ഷെ പിന്നെ എനിക്ക് കെമിസ്ട്രി ഇഷ്ടമാണ്. കാരണം ആരാണോ നമ്മളെ പഠിപ്പിക്കുന്നത് അനുസരിച്ചിട്ടാണ്. ഇപ്പം നന്ദന് ഒരു ദിവസം എൻ്റെ കൂടെ ഇരുന്നാൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത വിഷയം ഏറ്റവും ഇഷ്ടമുള്ളതാക്കി മാറ്റിത്തരും. അതാണ് എൻ്റെ ഗ്യാരണ്ടി. ഈ ഫാർമക്കോളജിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ, ഡോക്ടേഴ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇഷ്ടമല്ലെങ്കിലും പഠിക്കാൻ പറ്റും, മാർക്ക് മേടിക്കാനും പറ്റും, ഡോക്ടർ ആവാനും പറ്റും. അപ്പോൾ അതിനെപ്പറ്റി വേവലാതിയാവണ്ട. അപ്പോൾ ഐസറിൽ പോകുമ്പോൾ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിക്കണം. അതെല്ലാം ഉണ്ടായിരുന്നല്ലോ ടെസ്റ്റിന്. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴാണ് അവർ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏതാണ് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്. ഐസർ വളരെ ജനറിക് ആയിട്ടുള്ള ഒരു 12ാം ക്ലാസ് കഴിയുന്ന ഒരു പരിപാടിയാണ് ആദ്യത്തെ ഫസ്റ്റ് ഇയർ. അപ്പോൾ അതിൽ മിക്കവാറും നമ്മൾ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. അസൈൻമെന്റ്സ് മിക്കവാറും ട്യൂട്ടറിങ് ഒക്കെ ആയിരിക്കും. നമ്മൾ ക്ലാസ് എടുക്കണം. അപ്പം നമ്മുടെ താല്പര്യം അവരെ മെഷർ ചെയ്യാൻ പറ്റും, ഇയാൾക്ക് ഇന്ന താല്പര്യമുണ്ട്. ഓക്കെ, എല്ലാവരും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഐസറിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ എന്നാണ്. ഐസർ ഉണ്ടാക്കിയ കാലത്ത്, ഐസറിന് അധികം പോപ്പുലാരിറ്റി ഇല്ലാത്ത കാലത്ത് ഐസറിനെ പോപ്പുലറൈസ് ചെയ്യുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇൻസ്പയർ എന്നാണ് പ്രോഗ്രാം. അതിനകത്ത് ഒരു മെൻഡറായിരുന്നു ഞാൻ. അപ്പോൾ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, ഐസർ ഗ്രേറ്റ് ആണെന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നോട് ഐസറിൽ ചേരണമെന്ന് വെച്ചാൽ ഞാൻ വേണമെന്നല്ലേ പറയുള്ളൂ. അത് മാർക്കറ്റ് ചെയ്ത ഒരാളല്ല ഞാൻ, അല്ലേ? അപ്പം നല്ല ടീച്ചേഴ്സ് ഉള്ള സ്ഥലമായിരുന്നു ഒരു കാലത്ത് ഐസർ. ഐസറിലെ എല്ലാ ടീച്ചേഴ്സും നല്ലതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഐസറിൽ പോയ എല്ലാവരും നന്നായോ എന്ന് ചോദിച്ചാൽ, എനിക്കറിയുന്ന ഒരു കെമിസ്ട്രി പ്രൊഫസർ ഉണ്ട് തൃശ്ശൂർ, വളരെ ഫേമസ് ആയിട്ടുള്ള കെമിസ്ട്രി പ്രൊഫസർ. അവരുടെ കൊച്ചുമകള് ഐസറിലാണ് ചേർന്നത്. ഐസർ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്ക് ഒന്നും ചെയ്യേണ്ട ജീവിതത്തിൽ, പഠിപ്പേ മതിയായി. കാരണം അത്രയും ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ കുട്ടി എൻ്റെ ഇരിങ്ങാലക്കുടയിലെ ഒരു ക്യാമ്പിന് എൻ്റെ കൂടെ 10 ദിവസം താമസിച്ചിട്ടുള്ള കുട്ടിയാണ്. അപ്പം അവിടെ പോയാലും കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ്. 12ാം ക്ലാസ് പോലെയല്ല, സെപ്പറേറ്റ് ഒരു സ്ഥലമാണ്. വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഒന്ന് ആദ്യമല്ലേ മാറി നിൽക്കാൻ പോണേ നന്ദന. അപ്പം കിട്ടുന്ന കുറേ ഫ്രീഡം ഉണ്ട്, അപ്പം കിട്ടുന്ന കുറേ വ്യത്യസ്ത എൻവറോൺമെൻ്റ് ആണ്. ഐസർ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള എൻവറോൺമെൻ്റ് ആണ്. അക്കാഡമിക്സ് എല്ലായിടത്തും ഒരേപോലെ അല്ല. നിങ്ങൾ ടാറ്റ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് ഉണ്ടല്ലോ ബോംബെയിൽ, അവിടെ ഒന്ന് പോയി നോക്കിയാൽ ക്യാമ്പസ് എങ്ങനെയാണെന്ന് കാണാം.
അവിടെ എല്ലാവരും ട്രൗസർ ഇട്ടിട്ട് നടക്കുക. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒരേപോലെ രാത്രി 12 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാവും, വർത്താനം പറയുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും. എൻറ്റയർലി ഡിഫറെൻറ്റ് കൾച്ചറാണ്. അപ്പം നമ്മുടെ മക്കൾ ഇവിടെ പോകുമ്പോൾ എങ്ങനെയാവും? ഓ അന്ന് ഡോക്ടർ TPS പറഞ്ഞുകൊണ്ട് ഐസറിൽ അയച്ചു. നമ്മളെങ്ങനെയാവും തീരുമാനിക്കുന്ന ആരും പറഞ്ഞിട്ടല്ല. അച്ഛനുമല്ല, അമ്മയുമല്ല, മെൻറ്റേഴ്സും അല്ല, ടീച്ചേഴ്സും അല്ല, ആരുമല്ല. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഒരു കണ്ടന്റ് ഉണ്ടാവും. ഓ ഇതാണ് എനിക്ക് ആവേണ്ടത്. അത് നല്ലപോലെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും, ഇപ്പം എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം എന്ന് ആലോചിക്കുന്ന ഒരാൾ ട്രെയിനിൽ പോകുമ്പോൾ അത് മാത്രമല്ലേ ശ്രദ്ധ ഉണ്ടാവുള്ളൂ. ട്രെയിനിൽ നടക്കുന്ന ബാക്കി സംഭവമൊന്നും എനിക്ക് പ്രശ്നമേ അല്ലല്ലോ. കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ട് എത്താൻ. ലക്ഷ്യമില്ലാത്ത ഒരാൾ ട്രെയിനിൽ കയറി എന്ത് ചെയ്യും? അടുത്തിരിക്കുന്ന ആൾ ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് പോകണം ചോദിക്കും. അപ്പോൾ അയാൾ എടുക്കുമ്പോൾ എന്നാൽ ഞാനും വരട്ടെ നിങ്ങളെ കൂടെ നോക്കും ചോദിക്കൂല്ലേ? ഇല്ലേ? അപ്പം നമ്മൾ എവിടെ പോകണമെന്ന് തീരുമാനിച്ച് ട്രെയിനിൽ കയറിയാൽ അത് മാത്രമേ ലക്ഷ്യം ഉണ്ടാവുള്ളൂ. അടുത്തുള്ളവർ എവിടെയാണ് പോകണമെന്ന് നമ്മൾ ആലോചിക്കില്ല. അപ്പോൾ ഐസറിൽ പോകുമ്പം ഓ എനിക്കിങ്ങനെ PhDക്ക് പോകണം, ജർമ്മനി പോകണം, അല്ലെങ്കിൽ ഇന്ന വിഷയത്തിൽ എനിക്ക് പ്രഗത്ഭനാവണം എന്നൊരാഗ്രഹം ഉണ്ടാവും. അത് നാളെ മാറാം. ആ ട്രെയിനിലെത്തി അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ആലോചിക്കാം പിന്നെ വേറെ എന്തെങ്കിലും വേണോ. പക്ഷെ എത്തുന്നത് വരെ അതേ ആലോചിക്കാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഐസർ നല്ലൊരു സ്ഥലമാണ്. ഐസർ പൂനെ അസ്ട്രോഫിസിക്സിലെ ഏറ്റവും ലോകത്തിലെ സെൻ്ററാണ്. ലോകത്തിലെ ഏറ്റവും നല്ല അസ്ട്രോഫിസിസിസ്റ്റ് ഉള്ളത് പൂനെയിലാണ്. ലോകത്തിലെ, ഇന്ത്യയിലല്ല ഞാൻ പറഞ്ഞു. നോബൽ സമ്മാനം കിട്ടാവുന്ന വ്യക്തിയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത ക്യാമ്പസാണ് പൂനെ യൂണിവേഴ്സിറ്റിയിൽ. മനസ്സിലായി? ഓരോ സ്ഥലത്തിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഏത് ഐസറിൽ കിട്ടും അതിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഭോപ്പാലിൽ ഐസറുണ്ട്. ഞാൻ പോയിട്ടുള്ള ക്യാമ്പസാണ് ഇതൊക്കെ, ഞാൻ പോയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് പറയാം. അപ്പം നമുക്ക് അവിടെ പോകുമ്പോൾ ഓ അവിടെയാണ് ഒരു സ്പെഷ്യലൈസേഷൻ, ഇന്ന ആളാണ്, ഇന്നതാവണം. അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന സമയത്ത് കുറേ കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യുക, കുറേ ഡിസ്കഷൻസ് നടത്തുക. അങ്ങനെ ഒരു താല്പര്യം അക്കാഡമിക്കലി ഉണ്ടാക്കിയിട്ട് അത് 12ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഉണ്ടാവും എന്ന് എനിക്കറിയാം, ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. വളരെ റെയറായിട്ടേ ഉണ്ടാവുള്ളൂ. കാരണം 11ഉം 12ഉം ഒക്കെ എങ്ങനെയെങ്കിലും ഡോക്ടർ ആവണമെന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ അല്ലേ? ഞാൻ രാത്രി 11 മണി മുതൽ 2 മണി വരെയൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഡോക്ടർ ആവാൻ പോകുന്ന കുട്ടികളെ കോഴിക്കോടൊക്കെ. രാത്രി 11 മണി മുതൽ 2 മണി 3 മണി വരെ. ഇനി അതല്ല ഡോക്ടർ തന്നെ ആവണമെന്ന് വിചാരിക്കുക, അത് മോശമൊന്നുമല്ല. കാരണം പ്രാക്ടിക്കലി പ്രൊഫഷണലി ലോകത്തിലെ ഏറ്റവും നല്ല കോഴ്സ് ഏതാന്ന് വെച്ചാൽ ഡോക്ടറാണ്. പ്രൊഫഷണലി അതാണ് താല്പര്യം. എനിക്ക് ഡോക്ടർ ആവണം താല്പര്യമുള്ളവർക്ക് പഠിച്ചാൽ എന്തായാലും ഡോക്ടർ ആവാം. എഞ്ചിനീയർ ആവണം താല്പര്യമുള്ളവർക്ക് പഠിച്ചാൽ എഞ്ചിനീയർ ആവാൻ പറ്റുന്നില്ല. കാരണം അവിടെ പഠിപ്പിക്കുന്ന ആരും എഞ്ചിനീയേഴ്സ് അല്ല. എഞ്ചിനീയേഴ്സ് പഠിപ്പിച്ചാലല്ലേ എഞ്ചിനീയർ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് 2 കൊല്ലം. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ഒരാൾക്കും ഒരു താല്പര്യമില്ല, ഒന്നും അറിയൂല, ലോകത്തിൽ എന്താ നടക്കണമെന്ന് അറിയാത്ത ഒരാളല്ല. അതേ സമയത്ത് ഡോക്ടർമാരങ്ങനെയല്ല, പ്രാക്ടിക്കലായിട്ട് അറിയുന്ന ആൾക്കാരാണ് പഠിപ്പിക്കുന്നവർ. അതുകൊണ്ടാണ് ഡോക്ടറിന് പ്രൊഫഷണലിസം കൂടുതലാണ്. പഠിച്ചിറങ്ങിയാൽ ഒന്നുമില്ലെങ്കിൽ ആരെ നോക്കിയാലും നമുക്ക് പറയാൻ പറ്റും എന്താ ചെയ്യേണ്ടത്. രോഗിയെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. എഞ്ചിനീയറിന് അങ്ങനെ മനസ്സിലാവില്ലല്ലോ. അപ്പം നല്ല ഒരു ഡോക്ടറായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ലോകം എങ്ങനെയാണോ ഒരു പ്രൊഫഷണൽ നോക്കുന്നത് അത് ഒരു ഡോക്ടറെ നോക്കുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഡോക്ടറിന് റെസ്പെക്റ്റ്. മനസ്സിലായി? പക്ഷെ അത് കഴിഞ്ഞ് കുറേ എൻട്രൻസ് എക്സാം എഴുതി മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പിന്നെ PhDക്ക് പോയി. ബാച്ചിലറാന്ന് ആലോചിക്കണം. BA BSc BCom എന്നൊക്കെ പറയുന്ന പോലെയാണ് MBBS. വെറും ബാച്ചിലറാണ്. അതുകൊണ്ട് ലോകം നന്നാക്കാനൊന്നും പറ്റൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ മാസ്റ്റർ ആവണം, MCom പഠിക്കണം അല്ലെങ്കിൽ MTech പഠിക്കണം. അപ്പോൾ മാസ്റ്റർ ഇല്ലാണ്ടിരുന്നാൽ ഒരു വിലയുമില്ല. അതിനെവിടെയെങ്കിലും പോകണമെങ്കിൽ പിന്നെയും എൻട്രൻസ് എഴുതണം. ഓക്കെ, അത്ര എളുപ്പമല്ല. ഇനി അത് കഴിഞ്ഞ് മാരേജ് ചെയ്യാൻ, ഇപ്പം എൻ്റെ കുറേ ഏട്ടൻ്റെ മക്കളൊക്കെ ഓസ്ട്രേലിയയിലെ ഡോക്ടർമാരാണ്. ഇപ്പം അവരുടെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ ഓസ്ട്രേലിയയിലെ ഡോക്ടറെ കിട്ടിയാലേ പറ്റുള്ളൂ. കേരളത്തിൽ നിന്നൊരു ഡോക്ടറെ അങ്ങോട്ട് കൊണ്ടുപോയി ഡോക്ടറാക്കാൻ പറ്റില്ല. MBBS കഴിഞ്ഞ ഒരാൾ ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയി അവർ റെക്കഗ്നൈസ് ചെയ്യുന്നില്ലല്ലോ, ഡോക്ടർ അല്ലല്ലോ. അവിടുത്തെ പരീക്ഷ എഴുതി പാസ്സാവണ്ടേ? അത് അത്ര എളുപ്പമല്ല. മനസ്സിലായോ? അപ്പം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക്. അച്ഛൻ നല്ല പൈസക്കാരനാണെന്ന് മനസ്സിലായി, ബാങ്കിലൊക്കെ അല്ല. അപ്പോൾ ഇപ്പം മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ പറ്റിയ സമയം.
Go to Canada, go to Australia, go to New Zealand, go to some place and do your MBBS. ഇപ്പോൾ ഡോക്ടർ ആവണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം കനഡയിൽ പോയിട്ട് MBBS പഠിച്ചു എന്നിരിക്കും, അവിടെ പഠിച്ചാൽ എന്തായാലും റെക്കഗ്നൈസ്ഡ് ആണ്. മനസ്സിലായോ? അപ്പം ജീവിതം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇന്ത്യയിലെ ഏത് നല്ല ജോലി കിട്ടുന്നതിനേക്കാളും ഹൈ പ്രൊഫഷണലി ഏറ്റവും ഹയറായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എബ്രോഡിൽ, ഡെവലപ്ഡ് നേഷൻസ്, നോട്ട് അണ്ടർ ഡെവലപ്ഡ് ഓർ ഡെവലപ്പിംഗ് നേഷൻസ്. അപ്പം അതിൽ ഏറ്റവും പ്രിഫറൻസ് ഉള്ള സ്ഥലം കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ യുവർ ലൈഫ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. മനസ്സിലായി? അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്കറിയുള്ളൂ, ഓ ഇങ്ങനെയായിരുന്നു ഞാൻ ജീവിക്കേണ്ടത്. അതിപ്പം വെറും +1 +2 കഴിഞ്ഞ് ഗ്രാജുവേഷന് പോയിട്ട് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട് എനിക്ക്. അവരുടെയൊക്കെ സാധാരണ ജോലിയുള്ള മാഷന്മാരുടെ മക്കളോ ഒക്കെ ആയിരിക്കും. പക്ഷെ അവരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്, നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് എങ്ങനെ പോകണം, എവിടെ പഠിക്കണം, അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന ഈ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒന്നും അല്ല അവിടെ പോയാൽ നമ്മുടെ മക്കൾക്കെങ്കിലും നല്ല നില വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മയാണെങ്കിൽ, കുറേ കാശൊക്കെ തരാൻ തയ്യാറാണെങ്കിൽ എവിടെ പോകണം എന്ന് ആലോചിക്കാം. ഗ്രാജുവേഷന് പോകണമെങ്കിൽ യു ക്യാൻ ഗോ. മനസ്സിലായി? അത് കഴിഞ്ഞാൽ പിന്നെ ദേ വിൽ ഡിസൈഡ് വാട്ട് ഈസ് ടു ബി ഡൺ. ഇപ്പം ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ സയൻറ്റിസ്റ്റാണ്. എൻ്റെ വൈഫും ഡയറക്ടറാണ്, ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിലെ സയൻറ്റിസ്റ്റാണ്. എൻ്റെ 2 മക്കളും പുറത്താണ്. പക്ഷെ അവർ ഗ്രാജുവേഷന് പോയിട്ടില്ല, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് പോയത്. പോസ്റ്റ് ഗ്രാജുവേഷന് പോയി, PhD കഴിഞ്ഞത് അവിടെയാണ്. ഇപ്പം ഓൾമോസ്റ്റ് സെറ്റിൽഡ് ആണെന്ന് പറയാം. ഒരാൾ അയർലൻഡിലാണ്, ഒരാൾ അമേരിക്കയിലാണ്. നമ്മുടെ തന്നെ നല്ല സ്റ്റുഡൻസ് പലരും IAS ആവണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അമേരിക്കയിൽ പോയവരുണ്ട്. അപ്പം നമ്മൾ അവിടെയൊക്കെ പോയിട്ട് അവരുടെ കൂടെയൊക്കെ താമസിക്കുമ്പോഴാണ് മനസ്സിലാവുക, ഓ ഇങ്ങനെയൊക്കെയാണോ ജീവിതം അല്ലേ. ഒരു കാലത്ത് അത് കിട്ടിയപ്പോൾ വേണ്ടാന്ന് വെച്ച ആളാണ്. നമ്മളൊക്കെ PhDക്ക് പോകുന്ന സമയത്ത് തന്നെ PhDക്ക് അവിടെ കിട്ടിയിരുന്നു. അത് വേണ്ട, ഇന്ത്യയാണ് നല്ലത്. പക്ഷെ നമ്മളിപ്പോൾ പറയാം, പലപ്പോഴും പലരോടും പറയാറുള്ളതാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടി ഹയർ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ യു ഗോ എബ്രോഡ്. ഇപ്പോൾ ഓപ്ഷൻസ് കുറേ ഉണ്ട്. അപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ജമ്പ് ചെയ്തിട്ട് ഐസർ കിട്ടുകൊണ്ട് ഐസർ പോകണം, MBBS കിട്ടുകൊണ്ട് അതൊന്നും വേണ്ട. ഐസറിൽ പോയി നോക്കുക. ഈ ജീവിതം എന്ന് പറയുന്ന ഒരു ബഫേ ഡിന്നർ പോലെയാണ്. ഒരു കൗണ്ടറിൽ പോയിട്ട് കുറച്ച് കഴിച്ചു നോക്കുക, ടേസ്റ്റ് ഒന്നും ഇല്ല വെച്ചാൽ അത് വിടുക, എന്നിട്ട് അടുത്ത കൗണ്ടറിൽ പോയിട്ട് ഓക്കെ. അപ്പോൾ ഐസറിൽ പോവുക, അതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക, നോ പ്രോബ്ലം. അതുകൊണ്ട് വേവലാതിയൊന്നും വേണ്ട. കാരണം വേഗം ഐസർ കഴിഞ്ഞ് വേഗം ഡോക്ടറായി അല്ലെങ്കിൽ വേഗം PhD കഴിഞ്ഞ് വേഗം കല്യാണം കഴിച്ച് അങ്ങനെയൊന്നും ആഗ്രഹമൊന്നും ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ടേക്ക് യുവർ ഓൺ ടൈം, ഡിസൈഡ്. അത് ആരും സജഷൻസ് കൊടുക്കരുതെന്നാണ് ഞാൻ പറയാം. പിന്നെ ഇപ്പോൾ ഉള്ള കുറേ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതൊക്കെ തട്ടിപ്പാണ്, ഒന്നും ശരിയല്ല. അതൊക്കെ ആളെ പറ്റിക്കണ പരിപാടിയാണ്. അത് പണ്ട് ജാതകം നോക്കിയിട്ട് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് അറിയില്ല, അതുകൊണ്ട് ബാങ്കിൽ ജോലിക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് ബാങ്ക് പോകുമ്പോഴറിയാം ഫുൾ മാത്തമാറ്റിക്സ് ആണ്. നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കില്ലില്ല, അതുകൊണ്ട് ബാങ്കിൽ ജോലിക്ക് പോയിക്കോന്ന് പറഞ്ഞ് ടെക്നിക്കൽ സ്കില്ലില്ലാത്ത ഒരു ബാങ്കിൽ വല്ല പഠിക്കാൻ പറ്റും ഇപ്പം. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് അതൊക്കെ തെറ്റാണ്. ഫൈൻ, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, എന്താണ് വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പം അത് കൃത്യമായിട്ട് അറിയാം. അത് എന്തിന് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് പകരം, ഇപ്പോൾ ഇതിപ്പോൾ 2021 ഒക്ടോബർ, ഓക്കെ, 2022 ഒക്ടോബറിൽ ഞാൻ എവിടെ ഉണ്ടാവും, 24 ഒക്ടോബറിൽ ഞാൻ എവിടെ ഉണ്ടാവും. ഒരു ചാർട്ട് ഉണ്ടാക്കുക നന്ദന. ഓക്കെ, 25 ഞാൻ എവിടെ ഉണ്ടാവും. 2-3 ഓപ്ഷൻസ് എഴുതിക്കോ. ഓ ഞാൻ ഇന്നതാവും, ഇന്നതാവും, ഇന്നതാവും. ഇത് പഠിച്ചാൽ ഞാൻ ഇന്നതാവും, ഇത് പഠിച്ചാൽ ഞാൻ ഇന്നതാവും. ആ ഗ്രാഫ് അങ്ങനെ പോവല്ല. അപ്പോൾ MBBS പഠിച്ചാൽ ഞാൻ 2022 ഇതാവും, 24 ഇതാവും, 26 ഇതാവും. അങ്ങനെ ഒരു പ്ലാൻ ചെയ്യാം. അതല്ലാതെ നമ്മൾ കുറേ കല്ല് മേടിച്ച് കൂട്ടിയിട്ട് പിന്നെ വീട്ടിൻ്റെ പ്ലാൻ ഉണ്ടാക്കാറില്ലല്ലോ. വീട്ടിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയിട്ടല്ലേ കല്ല് മേടിച്ച് കൂട്ടുക, അല്ലേ? അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു പ്ലാൻ, ഒരു ലൈഫ് പ്ലാൻ ഉണ്ടാക്കുക കൃത്യമായിട്ട്. ഞാൻ 2030 ആകുമ്പോൾ ഇവിടെ എത്തും, 2050 ആകുമ്പോൾ ഇവിടെ എത്തും. ഓക്കെ,
അത് തീരുമാനിക്കുമ്പോൾ ലൈഫ് തീരുമാനിക്കുമ്പോൾ അതിനനുസരിച്ച് കരിയർ തീരുമാനിക്കും. ആ കരിയർ തീരുമാനിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഏത് പഠിക്കണം തീരുമാനിക്കും. ഫൈൻ. ഞാനിത് എത്ര ഫോണിലൂടെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ആര് വിളിച്ചാലും ഞാൻ ഇങ്ങനെ വർത്താനം പറയുക. ഡോക്ടർ TPS ആഫ്റ്റർ ഹയർ സ്റ്റഡീസ് ഡോക്ടർ TPS എന്ന് അടിച്ചു നോക്കിയാൽ യൂട്യൂബിൽ കുറേ കാണാം. ഇപ്പം നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇതും ഞാനിടും. കാരണം ഇതിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഇങ്ങനെ ജനിക്കുന്ന കുറേ ആൾക്കാർക്ക് ഉണ്ടാവുന്ന വിഷമങ്ങൾ ഇങ്ങനെയാണ് തീർത്തു കൊടുക്കുക. ഓക്കെ. അത് ഇപ്പം ചില കുട്ടികൾ ഇൻഫർമാറ്റിക്സ് പഠിച്ചു, ബിടെക് ഇൻഫർമാറ്റിക്സിന് പോയി, ഇനി എന്ത് ചെയ്യും? എന്താ കാരണം? ബിടെക് ഇൻഫർമാറ്റിക്സ് കഴിയുമ്പോഴാണ് ആലോചിക്കുന്നത് ഇനി എന്താ ചെയ്യാന്ന്. നേരത്തെ ആലോചിച്ചിട്ടില്ല. ആ ഡിസ്കഷനും കാണാം. ബിടെക് ആഫ്റ്റർ ബിടെക് വാട്ട് ടു ഡു ഡിസ്കഷൻ കാണാം. എന്താ കാരണം? ബിടെക് കഴിഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടത് തീരുമാനിച്ചിട്ടില്ല. കാരണം ഇത് ആദ്യം തീരുമാനിക്കാണ്ടല്ലോ ബിടെക്കിന് പോണത്. MBBS കഴിഞ്ഞിട്ട് അങ്ങനെ കാണാം. ഓസ്ട്രേലിയയിൽ ലൈഫ് ഉണ്ടാക്കാൻ പോയി, അവിടെ സോഷ്യൽ സർവീസ് ആണ് താല്പര്യം. MSW BSW പോലെ കോഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് അവിടെ പോയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ വേറൊന്നും കിട്ടും. അവിടെ ഈ MSW BSW കഴിഞ്ഞ് പോയാൽ അവിടെ വയസ്സന്മാർക്ക് മരുന്ന് കൊടുത്ത് രാത്രി ശുശ്രൂഷിക്കലാ പണി. ഏതോ റിച്ച് ആയിട്ടുള്ള ആളുടെ വീട്ടിൽ പോയിട്ട് താമസിക്കണം. ആരാ താമസിക്കണത്? ഈ മോളെ പോലെയുള്ള പെൺകുട്ടികളും 5 വർഷം പഠിച്ചു കഴിഞ്ഞിട്ടാണ് അവിടെ ഏതോ ഒരു വയസ്സിൻ്റെ കീഴിൽ അയാൾക്ക് വേണമെങ്കിൽ പിന്നെ ഡ്രിങ്ക്സ് എടുത്തു കൊടുക്കണം, മരുന്ന് എടുത്തു കൊടുക്കണം. ഇത് ഗവൺമെൻറ് ശമ്പളം കൊടുക്കും. പക്ഷെ ഇതാ പണി. ആർക്കോ കൂട്ടുകിടക്കല പണി. മനസ്സിലായി? ഇപ്പം ജീവിതം നമ്മൾ ഫുൾ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വിചാരിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ആലോചിക്കും ഇത് വേണ്ടായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഐസർ കഴിഞ്ഞിട്ട് IAS വേണോ എന്നുള്ള കൺഫ്യൂഷൻ, ഐസർ കഴിഞ്ഞിട്ട് ഒന്നും വേണ്ടാന്ന് തീരുമാനിക്കുന്ന കൺഫ്യൂഷൻ. മനസ്സിലായോ? അതുപോലെ MBBS കഴിഞ്ഞിട്ട്. അപ്പം നമുക്ക് ജീവിതത്തിൽ എന്ത് വേണം? കാരണം അച്ഛനും അമ്മയും സപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതൂല. ഇങ്ങനെ എഴുതുന്നത് വളരെ കുറവാണ്. കുറച്ച് മാത്രം എഴുതിയിട്ട് ഇപ്പോൾ 2 സെൻറ്റൻസ് എഴുതിയാൽ ഞാൻ ഉടനെ 2 സെൻറ്റൻസ് എഴുതി തിരിച്ചയക്കല പതിവ്. മനസ്സിലായോ? നീ ഇപ്പൊ ഫ്രീ ആയിരുന്നു. 7:00 ഒരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ട്. ഇന്റർനാഷണൽ മ്യൂസിക് പഠിപ്പിക്കുക. ഞാനല്ല പഠിപ്പിക്കണത്, എനിക്കറിയുന്ന കുറെ ആൾക്കാർ ചേർന്നിട്ട് വ്യത്യസ്തമായ പാട്ടുകൾ പഠിക്കും. അത് ജർമ്മനിയിൽ നിന്നും അല്ലെങ്കിൽ ബ്രസീലിൽ നിന്നും അർജന്റീനയിൽ നിന്നും ഒക്കെയുള്ള ആൾക്കാരുണ്ടാവും. നാളെ ഈ സമയത്ത് ഭഗവത്ഗീതയാണ്. ഇന്നലെ ഈ സമയത്ത് കേരളത്തിലെ ഫ്ലഡായിരുന്നു. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ. ഇപ്പൊ എൻജോയ് ചെയ്യാം. ഇപ്പൊ എത്ര കാലമായി മോള് ബോംബെയിൽ? എത്ര കാലമായി കൂടെ? ബോംബെയിൽ 19 വന്നതാ സാറേ. ബോംബെ 2 വർഷമായിട്ട്. ഓക്കെ. അപ്പൊ മകള് പഠിച്ചതും അവിടെയാണോ? ബോംബെയിൽ 11th 12th കൂടിയാ പഠിച്ചത്. അതെ. അതുവരെ 5 വർഷം പട്ടത്തായിരുന്നു സാർ. പട്ടം ട്രിവാൻഡ്രത്തായിരുന്നു. ട്രിവാൻഡ്രത്തായിരുന്നു. ഏത് ബാങ്കിലാന്നാ പറഞ്ഞ? ഇന്ത്യൻ ബാങ്കിൽ. അവരിപ്പോ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം നന്ദനയ്ക്ക്. ഓക്കെ. അല്ല, പ്രശ്നങ്ങൾ ഉണ്ടായി ജംഗ്ഷനിലെത്തുമ്പോ എന്ത് ചെയ്യണം തീരുമാനിക്കുമ്പോ മാത്രല്ല, അല്ലെങ്കിലും കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞു. എവിടെയാ അമ്മയുടെ വീട്? എവിടെയാ? വൈഫിന്റെ വീട് എവിടെയാ? കൂത്തുപറമ്പ്.